നിൽക്കവിടെ. ബോട്ട് ഹൗസ് കാണാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനൊന്നും അല്ല ഞാൻ ഇത്രയും നേരം അവിടെ പോയിരുന്നത്. നോക്കണ്ട, ഞാനാ വിവേക്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സ്വന്തം കൈയക്ഷരം വായിച്ചു നോക്ക്. ഇന്ന് വൈകിട്ട് 3:30 ബോട്ട് ഹൗസിൽ വരണം. പാർവതി ആയാലും മഹാലക്ഷ്മി ആയാലും വന്നിരിക്കും. അല്ല രഘു, എന്റെ ഫ്രണ്ട് എന്നെ കളിപ്പിക്കാൻ എഴുതിയായിരുന്നു അത്. ഞാൻ വിചാരിച്ചു അത് പാർവതി എഴുതിയാണെന്ന്. ഞാൻ തന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. അല്ല, ഞാനങ്ങനെ ആരോടും ദേഷ്യപ്പെടാറില്ല. പക്ഷെ ഇന്ന് ഞാൻ അറിയാതെ രഘുവായിട്ട് പിന്നെ ഇടിയൊക്കെ ആയി. അതാ ഷർട്ട്ലി അഴുക്ക്. അവന്റെ മാലയും പൊട്ടി. സോറി പാർവതി. സോറി പാർവതി, മേലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോ വയ്യാവേലി ഉണ്ടാക്കി വെച്ചിങ്ങോട്ട് പോന്നോളും. അല്ല പക്ഷെ രഘുവിന് അത് ചെയ്യാൻ കൊള്ളാമോ? അല്ല പക്ഷെ അതിപ്പോ ചുമ്മാ ഇരുന്നേ. ഇപ്പൊ അതല്ല പ്രശ്നം. 3:30 മണിക്ക് ബോട്ട് ഹൗസിൽ വരാൻ നീ പറഞ്ഞപ്പോ ആ കുട്ടി വന്നു. വന്നു. എന്തുകൊണ്ട് വന്നു? ഒന്നും കൊണ്ടുവന്നില്ല. അതല്ലടേ, അവള് വരാനുണ്ടായ റീസൺ അതാ ഞാൻ ചോദിക്കുന്നത്. നിന്നെ പേടിച്ചിട്ടാണോ? ഒരുപക്ഷെ. അതല്ല മാഷെ. പിന്നെ കാറ്റോളാണോ? ഒരുപക്ഷെ. ഒരു പക്ഷേ അല്ല, 1000 പക്ഷേ പറഞ്ഞാലും ശരി, അതൊന്നുമല്ല ആ കാര്യം. പിന്നെ ഈ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് എന്തുകൊണ്ട്? ഇലക്ട്രിസിറ്റി. കറക്റ്റ്. അപ്പൊ എന്ത് മനസ്സിലായി? ദ ഇൻവിസിബിൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് ദയർ. അതുപോലെ ഇൻ ദ ബോട്ടംസ് ഓഫ് ഹെർ ഹാർട്ട്, അവളുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നോടുള്ള സ്നേഹത്തിന്റെ വൈദ്യുതി ഉണ്ട്. അതുകൊണ്ടാണ് അവൾ വന്നത്. എടാ, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് ചോദിക്കുക. അവളുടെ മുഖം കാർത്തിക വിളക്ക് പോലെ തെളിയുന്നത് കാണാം. ആന്റിയും അനിയന്മാരും ഇവിടെ ഇല്ലെന്ന് രഘു പറഞ്ഞു. അതാ ഞാൻ വന്നേ. ഒരു കാര്യം ചോദിച്ചാ ശരിക്കും ഉത്തരം പറയോ? ബോട്ട് ഹൗസിൽ വരാൻ ഞാൻ പറഞ്ഞപ്പോ പാർവതി എന്തിനാ വന്നേ? പേടിച്ചിട്ടാ? വെറുതെയാ? എന്താ ഇത്? ഒന്നും മിണ്ടില്ല, ഞാൻ പോവാ. എന്തിനാ വന്നാന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാനും കുറെ ആലോചിച്ചു. എനിക്കും അറിയില്ല ഞാനെന്തിനാ വന്നതെന്ന്. പക്ഷെ മാഷ് പറഞ്ഞു എന്റെ മനസ്സിൽ പാർവതിയോട് ഒത്തിരി സ്നേഹം ഉണ്ടായിട്ടാ അങ്ങനെ വിളിച്ചതെന്ന്. അത് ശരിയാ.
മാഷ് ഒന്നുകൂടി പറഞ്ഞു, പാർവതിയുടെ മനസ്സിനുള്ളിൽ ഒരിത്തിരിയെങ്കിലും എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ അന്നവിടെ വന്നതെന്ന്. അത് ശരിയാ? മാഷ് പറഞ്ഞ് നേരാ? അപ്പോ മാഷ് പറഞ്ഞ് നേരാണല്ലേ? എന്തു പറ്റി വിവേക്? ഞാനെത്താൻ ലേറ്റ് ആയതുകൊണ്ടാണോ? പിണക്ക? എന്തെങ്കിലും പറയൂ വിവേക്. അമ്മയ്ക്ക് എന്ത് പറ്റി? ഒന്ന് പറയൂ വിവേക്, പ്ലീസ്. അമ്മയ്ക്ക് തീരെ സുഖമില്ല പമ്മു. പാഠം 1, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറ. അപ്പൊ ഒരുപക്ഷെ അവൾ സെന്റിമെന്റൽ ആവും. ദേ കണ്ണീന്ന് കുടുകുടാ കണ്ണീര് വരാം. അങ്ങനെ അവളെ കയ്യിലെടുക്കണം. ഏയ് സാരമില്ല, അമ്മയ്ക്കൊന്നും വരില്ല. പാഠം 2. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. ബാക്കിയൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഗുണപാഠം. ഇവന്മാര് പലതും പറയും, നീ സൂക്ഷിക്കണം കേട്ടോ. വിവേകിനെ ഞാൻ ഇങ്ങനല്ല കരുതിയത്. It's damn cheap. അത് വിവേകിന്റെ ഇന്റൻഷൻ അതെനിക്ക് മനസ്സിലായി. ബട്ട് ദിസ് കൈൻഡ് ഓഫ് ഫ്ലോട്ടിംഗ്, അമ്മയ്ക്ക് സുഖമില്ലാത്ര. എനിക്ക് മതിയായി വിവേക്, മതിയായി. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടാറില്ല. എന്റെ ഒന്നും അവകാശപ്പെടാൻ എനിക്കൊന്നുമില്ല. ഞാൻ ഇവിടെ വിട്ട് പോവാ വിവേക്, ഇനി കാണലുണ്ടാവില്ല. പക്ഷെ വിവേകിനെ എനിക്കിഷ്ടം. ചില മൂന്നാം കിട കാമുകന്മാരെ പോലെ നീ അവളോട് പെരുമാറിയത്. എന്നിട്ടിരുന്ന് മോങ്ങുന്നു. മാഷ് അത് പിന്നെ രഘു ഷാജിയും നീ പറഞ്ഞതനുസരിച്ച് തുള്ളി. എടാ അവക്കിഷ്ടം നിന്നോട് മാത്രമായിരുന്നു, അല്ലാതെ എല്ലാരോടും ചേർത്തായിരുന്നില്ലല്ലോ. എടാ ഈ സ്നേഹവും വൈദ്യുതി ഒരുപോലെയാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതിപ്പോ ഒരു ചെറിയ ഷോക്ക് തട്ടിയേ ഉള്ളൂ, ഇനി ആ വഴിക്ക് പോണ്ട. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. മാഷ് ആ കുട്ടി ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. പൊക്കോട്ടെ, നിന്റെ ഒക്കെ ഇടയിൽ ഏത് നരകത്തിലെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. ഇല്ല മാഷ്, ഞാൻ ഒരിക്കലും ആ കുട്ടിക്ക് ഒരു ശല്യം ആവില്ല. എടാ മണങ്ങൂസേ, അവൾ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നിന്നെ മെരുക്കാൻ ഒരു ചെറിയ നമ്പർ, അത്രേ ഉള്ളൂ. ചിലപ്പോ സത്യമായിട്ട് പറഞ്ഞാണെങ്കിലോ?
സിസ്റ്ററെ, അവനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാം ഞങ്ങളുടെ തെറ്റാ. സോറി. സത്യമായിട്ടും അവനൊരു പാവാ. പാർവതി പ്ലീസ്, പിണങ്ങിപ്പോയ അവനെ ഞങ്ങൾക്ക് മിസ് ചെയ്യും. പിന്നെ ഗാങ്ങിന്റെ ഒരു പാർവതി പ്ലീസ് പ്ലീസ്. ഇനി ഈ ബാറ്റ് വേണ്ട. എന്താ അല്ലേ? ഇനി മുതൽ ഈ ബാറ്റ് വീട്ടിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. ആര്? ചേച്ചി പറഞ്ഞു. വിവേകിനെ ശരിക്കൊന്ന് വേദനിപ്പിക്കാനാ ഞാൻ പിണങ്ങിയത്. നല്ല കുട്ടിയാവാൻ, മോഹനങ്ങളുടെ വീട്ടിൽ പോകാൻ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാ. കുറേ ദിവസം നിൽക്കണമെന്നും കരുതിയതാ. അവിടെ എത്തിയപ്പോൾ തിരിച്ചു പോരാൻ ധൃതിയായി. അതിന്റെ കാരണക്കാരൻ വിവേക. പമ്മു പിണങ്ങിയത് നന്നായി. ഇപ്പോഴെനിക്ക് അറിയാൻ പറ്റിയല്ലോ പമ്മുവിനെ കാണാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രയാസം. പിന്നെ മാഷ് പറഞ്ഞു പിണങ്ങിക്കഴിഞ്ഞ് കൂടുമ്പോൾ നല്ല രസമായിരിക്കുന്നു. ശരിയല്ലേ അത്? മാഷിനടുത്തൊക്കെ പറഞ്ഞു. ഏയ് മാഷ് എന്തല്ല മാഷിന്റെ കുറച്ച് വാടക കുടിശ്ശിയുള്ളത്. അമ്മയോട് പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ പമ്മുവിന്? അമ്മ ഓടിക്കും. പുതിയ വാച്ചാണല്ലേ പമ്മുവിന്റെ? ആ, മോഹനങ്ങളുടെ കയ്യിലേ ഡാഡി കൊടുത്തയച്ചതാ. ഓ, എന്നെ കാണിക്കാൻ കെട്ടിക്കൊണ്ടുവന്നായിരിക്കും. അയ്യേ, ദുബായ് വാച്ച്. ഇത് സാധാരണ ദുബായ് വാച്ച് ഒന്നുമല്ല, മ്യൂസിക്കൽ വാച്ച്. എന്ത് മ്യൂസിക്? ദേ കേൾപ്പിച്ചിരട്ടെ. ആ, പമ്മു സോറി. ഉദാത്തമായ സ്നേഹം പങ്കിടുന്നവർക്ക് ഇതിനപ്പുറം മറ്റൊരു താവളമുണ്ട്. അവിടെ ലാൻഡ്സ്കേപ്പും മൈൻഡ്സ്കേപ്പും ഒരുപോലെ ആയിരിക്കും. അതായത് മനസ്സിന്റെ പ്രകൃതി പോലെ തന്നെയായിരിക്കും ഭൂപ്രകൃതിയും. എന്തെങ്കിലും ഒന്ന് ചോദിച്ചു പോയാൽ പിന്നെ കൊത്തിയോ?
നീയൊന്ന് ചുമ്മാതിരിക്കേണ്ട വിവേകേ. മനസ്സുകൊണ്ട് ഒന്നായി തീരുമ്പോൾ നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം. ദൂരെ, അങ്ങ് ദൂരെ, വളരെ ദൂരെ നിങ്ങളുടെ വരവും കാത്തിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ടാവും, പുഷ്പങ്ങളുണ്ടാവും. നിങ്ങളുടെ കാൽപാദങ്ങൾ പതിയുമ്പോൾ സുഗന്ധം ചൊരിയുന്ന നക്ഷത്രങ്ങൾ, നിശ്വാസമേൽക്കുമ്പോൾ പ്രകാശം ചൊരിയുന്ന പുഷ്പങ്ങൾ. വാടാത്ത നക്ഷത്രങ്ങളും അണയാത്ത പുഷ്പങ്ങളും നിത്യാനുരാഗത്തോടെ പരസ്പരം നോക്കി നിൽക്കും, നിങ്ങളെപ്പോലെ, നിങ്ങളുടെ മനസ്സുപോലെ. അപ്പോൾ അനുരാഗത്തിന്റെ സംഗീതം നിങ്ങൾക്ക് കേൾക്കാം. നിലാവിന്റെ നേർത്ത തന്ത്രികളിൽ മഞ്ഞുതുള്ളികൾ മീട്ടുന്ന സംഗീതം.